നമസ്കാരം. സുപ്രീം ഡ്രൈ ഫിഷിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇത് ഇന്നലെ ഉപ്പിട്ട് വെച്ചിരുന്ന നങ്കാണ്. ഇതിന് ചില സ്ഥലങ്ങളിൽ മാന്തളെന്നാണ് പറയുന്നത്, ഇവിടെ നങ്കെന്നാണ് ഇതിനെ പറയുന്നത്. ഇത് നമ്മൾ ഡ്രൈ ഫിഷ് ആക്കാൻ വേണ്ടിയിട്ട്, ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തോല് ഉരിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ഇത് ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ തോല് വേഗം ഉരിച്ചെടുക്കാൻ പറ്റും നമുക്ക്, പാട് കുറവായിട്ട്. അല്ലെങ്കിൽ പച്ചയ്ക്ക് പിടിക്കുക, അല്ലെങ്കിൽ പ്രോസസ്സ് ആവാതെ ഉപ്പ് പിടിക്കാതാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊലി മാംസം കൂടെ അതിൻ്റെ കൂടെ ഉരിഞ്ഞു വരും. ഇപ്പം നമ്മൾ ഇത്രയും ഉരിച്ച് വെച്ച് കഴിഞ്ഞു. ഒരു പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. ഇത് വീണ്ടും ഒരു വെള്ളത്തിൽ കഴുകുകയാണ്. ഇത് ചെളിയിലാണ് ഈ മീൻ വളരുന്നതെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിന് കുറച്ച് ചെളിയുടെ അംശം കാണും, അതുകൊണ്ട് 2 വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണിത്. ഓക്കെ, ഇത് കഴുകി ഇനി നമ്മൾ നിരത്തി വയ്ക്കും. നമുക്കിവിടെ ലോക്കലായിട്ട് തന്നെ ഉണക്കമീൻ സെയിൽ ചെയ്യുന്നൊരു മാർക്കറ്റുണ്ട്, അവിടെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. പിന്നെ വീടുകളിലും വന്ന ആളുകൾ മേടിച്ചിട്ട് പോകും. നിങ്ങളുടെ ഇനി ഒരു വീഡിയോയിൽ ഇവിടെ ലോക്കലായിട്ട് ഈ ഉണക്കമീൻ മാത്രം വിൽക്കുന്നൊരു രാവിലെ ഒരു മാർക്കറ്റുണ്ട്, അത് കാണിച്ചു തരാം. അപ്പം നമ്മൾ വാരി എടുക്കുകയാണ്. അത്യാവശ്യം വൃത്തിയായിട്ടുണ്ട് മീൻ. നിരത്താണ്. അപ്പം നമ്മളിവിടെ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പ്രീസെറ്റ് ചെയ്തിട്ട് ഒരു സ്റ്റാൻഡുണ്ട് നമുക്ക് നിൽക്കാനായിട്ട്. അതിൽ നമ്മൾ നിരത്തി ഉണക്കാണ്. അതാകുമ്പോൾ നമുക്ക് കാക്കയുടെയോ മറ്റു ശല്യമൊന്നും ഉണ്ടാവത്തില്ല. മീൻ നിലത്തോ അല്ലെങ്കിൽ മണ്ണിൻ്റെയോ ഉള്ള അങ്ങനെയൊന്നുമില്ല, വൃത്തി ഉണ്ടാവും. നമ്മൾ ഓൾറെഡി നേരത്തെ കുറേ മീൻ കോരയും ഉലുവയൊക്കെ നമ്മൾ നിരത്തിയിട്ടിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് സ്പേസിലാണ് ഇത് നിരത്തിയിടുന്നത്. ഓക്കെ, നിങ്ങൾ വീഡിയോ കണ്ടത് വളരെ നന്ദി.